കമ്പ്യൂട്ടർ അസംബ്ലിംഗ് ഡെമോൺസ്ട്രേഷനിലേക്ക് സ്വാഗതം. ഒരു കമ്പ്യൂട്ടർ നിർമ്മാണ പ്രക്രിയകളുടെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും ഒരു കമ്പ്യൂട്ടർ നിർമ്മാണവും വഴി ഒരു ശരാശരി വ്യക്തിയെ കമ്പ്യൂട്ടർ അസംബ്ലിംഗ് എന്ന പ്രക്രിയയിലേക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഡെമോൺസ്ട്രേഷന്റെ ഉദ്ദേശം. നിർമ്മാണ പ്രക്രിയ നമ്മൾ മൂന്നായി തിരിക്കുന്നു. പ്ലാനിംഗ് ഓഫ് ദ കമ്പ്യൂട്ടർ അസംബ്ലി, അസംബ്ലിംഗ് ദ ആക്ച്വൽ കമ്പ്യൂട്ടർ, ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് ദ അസംബിൾഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയെ നമ്മൾ മൂന്നായി തിരിക്കുന്നു. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രി, മിനി കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, മൈക്രോ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി. 40കളുടെ തുടക്കത്തിൽ ആരംഭിച്ച ഇലക്ട്രോണിക് കമ്പ്യൂട്ടിംഗ് വ്യവസായം ഏനിയാക്ക് പോലെയുള്ള അല്ലെങ്കിൽ യൂണിവാക്ക് പോലെയുള്ള ഉപകരണങ്ങൾ തുടങ്ങിയ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രി തെർമോണിക് വാൽവുകളിൽ നിന്ന് ട്രാൻസിസ്റ്ററുകളിലേക്കും ട്രാൻസിസ്റ്ററുകളിൽ നിന്ന് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിലേക്കും മാറുന്നതനുസരിച്ച് ഫാക്ടറികളുടെ വലിപ്പമുണ്ടായിരുന്ന ഭീമൻ കമ്പ്യൂട്ടറുകൾ നിങ്ങളുടെ മുറികളിലേക്കും മുറികളുടെ വശങ്ങളിലേക്കും മേശപ്പുറത്തേക്കുമൊക്കെ മാറിത്തുടങ്ങി. ഈ ഒരു വളർച്ചയിൽ നാഴികക്കല്ലായി തീർന്നിട്ടുള്ളത് മൈക്രോ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന നിങ്ങളുടെ മേശപ്പുറത്തോ മടിയിലോ കൈവെള്ളയിലോ വെക്കാൻ പറ്റുന്ന ചെറിയ തരത്തിലുള്ള കമ്പ്യൂട്ടറുകളുടെ ഉൽപ്പാദനമായിരുന്നു. തുടക്കത്തിൽ അത്ര ആശാവഹമായ പ്രതികരണമായിരുന്നില്ല മൈക്രോ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. 70കളുടെ പകുതിയിലുണ്ടായിരുന്ന മിക്ക മൈക്രോ കമ്പ്യൂട്ടിംഗ് പരീക്ഷണങ്ങളും പരാജയങ്ങളായിരുന്നു. മിറ്റ്സ് അൾട്ടയർ പോലുള്ള പ്രൊഡക്റ്റുകൾ, ആപ്പിൾ കമ്പനിയുടെ ആപ്പിൾ വൺ പോലുള്ള പ്രൊഡക്റ്റുകൾ, ഇവയെല്ലാം ബിസിനസ് പരാജയങ്ങളായിരുന്നു. ആ രംഗത്ത് ആ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വളരെ കുറച്ച് കമ്പനികളിലൊന്നായ IBM, പിന്നെ ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ, ജനറൽ ഇലക്ട്രിക്കൽസ്, ഇത്തരം കമ്പനികൾ മൈക്രോ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നു. IBM പോലുള്ള വലിയ കമ്പനികളുടെ തീരുമാനപ്രകാരം മൈക്രോ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു ഭാവിയില്ല എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. വിരോധാഭാസം എന്ന് പറയുന്ന രീതിയിൽ IBM തന്നെ പുറത്തിറക്കിയ IBM PC എന്ന ഉപകരണമാണ് 1981 മൈക്രോ കമ്പ്യൂട്ടർ ഹിസ്റ്ററിയുടെ ഒരു പുതിയ നാഴികക്കല്ലായി മാറിയത്. സ്വാഭാവികമായും ഒരു വിജയം വരിച്ച പ്രൊഡക്റ്റിന്റെ അനുകരണങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി. ഹ്യൂലറ്റ് പാക്കാർഡ്, കോംപാക്, എപ്സൺ പോലുള്ള കമ്പനികൾ ചെറിയ കമ്പ്യൂട്ടറുമായി രംഗത്തെത്തി. ഇവർക്ക് എല്ലാവർക്കും സാമ്പത്തിക വിജയം ഉണ്ടാവുകയും ചെയ്തു. ഇത് നമ്മളെ സംബന്ധിച്ച് മെച്ചമുള്ളൊരു കാര്യത്തിന് വഴിതിരിച്ചു. മെയിൻലി കോമ്പറ്റീഷൻ വളരും തോറും കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിൽ ഉപകരണങ്ങളുടെ വില കുറഞ്ഞു വന്നു. മാത്രമല്ല, ഇത് സാവകാശത്തിൽ കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ഓപ്പൺ ആർക്കിടെക്ചറിന് വഴിതെളിച്ചു. അതായത് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി. നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഇലക്ട്രോണിക് ഘടകഭാഗങ്ങൾ വാങ്ങി ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇനി നമുക്ക് കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന ഘടകഭാഗങ്ങളെക്കുറിച്ച് ആലോചിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളതിനെ സോഫ്റ്റ്വെയർ എന്നും ഹാർഡ്വെയർ എന്നും തിരിക്കുന്നു, അല്ലേ? കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ ഘടകഭാഗങ്ങളെ ഹാർഡ്വെയർ എന്നും കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന വിവരങ്ങളെയും നിർദ്ദേശങ്ങളെയും സോഫ്റ്റ്വെയർ എന്നും വിളിക്കുന്നു. ഹാർഡ്വെയറിനെ പിന്നെയും നമ്മൾ രണ്ടായി തിരിക്കുന്നു. നമ്മളതിനെ ലോജിക്സ് എന്നും പെരിഫറൽ എന്നും തിരിക്കുന്നു. കമ്പ്യൂട്ടറിനകത്തുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക് ഘടകഭാഗങ്ങളെ ലോജിക്സ് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ദ ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ലോജിക്സ്. അതൊഴിച്ചുള്ള അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ ഏരിയ ഈസ് കോൾഡ് പെരിഫറൽസ്. പ്രാധാന്യം അർഹിക്കുന്ന പഠനം ലോജിക്സ് തന്നെയാണ്. ലോജിക്സിനെ പിന്നെയും നമ്മൾ രണ്ടായി തിരിക്കുന്നു. മെയിൻ ബോർഡ് ലോജിക്സ് ആൻഡ് ആഡ് ഓൺ കാർഡ് ലോജിക്സ്. എന്താണ് മെയിൻ ബോർഡ്, എന്താണ് ആഡ് ഓൺ കാർഡ്? കമ്പ്യൂട്ടറിനകത്തുള്ള ഏറ്റവും പ്രാധാന്യമുള്ള സർക്യൂട്ടുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മെയിൻ ബോർഡ്. മെയിൻ ബോർഡ് ഒരു ഒഫീഷ്യൽ ടേമാണ്. നോർമൽ ഭാഷയിൽ നമുക്കതിനെ മദർ ബോർഡ് എന്ന് വിളിക്കും. കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് മദർ ബോർഡ് എന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഡിസ്കഷനിൽ വന്ന ടോപ്പിക്ക് ആഡ് ഓൺ കാർഡ് എന്നതാണ്. എന്താണ് ആഡ് ഓൺ കാർഡ്? മെയിൻ ബോർഡിലേക്ക് ഘടിപ്പിക്കപ്പെടാവുന്ന അഡീഷണൽ സർക്യൂട്ട് ഘടകങ്ങളെ ആഡ് ഓൺ കാർഡ്സ് എന്ന് വിളിക്കുന്നു. ആഡ് ഓൺ എന്ന വാക്കിന് ഘടിപ്പിക്കപ്പെടുന്ന എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ മെയിൻ ബോർഡ് ലോജിക്സ് ആൻഡ് ആഡ് ഓൺ കാർഡ് ലോജിക്സ്. നമുക്ക് മെയിൻ ബോർഡ് ലോജിക്സിലേക്ക്, അതായത് മദർ ബോർഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതൊരു കോംപ്ലക്സ് ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. തീർച്ചയായും കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കതിനെ 4 ഘടകഭാഗങ്ങളായി തിരിക്കാം. മൈക്രോ പ്രോസസർ ഏരിയ, സ്ലോട്ട്സ് ഏരിയ, മെമ്മറി ഏരിയ ആൻഡ് ദ പെരിഫറൽ ഏരിയ. ഇപ്പൊ ഇവിടെയും പെരിഫറൽ എന്ന വാക്കിന് റെസ്റ്റ് ഓഫ് ദ എന്നേ അർത്ഥമുള്ളൂ. ഇതൊരു ടെക്നിക്കൽ വാക്കല്ല. പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങൾ മൈക്രോ പ്രോസസർ ഏരിയ, മെമ്മറി ഏരിയ, സ്ലോട്ട്സ് ഏരിയ. എന്താണ് സ്ലോട്ട്സ്? സ്ലോട്ട് എന്ന വാക്കിന് വിടവ് എന്നേ അർത്ഥമുള്ളൂ, അല്ലേ? മദർ ബോർഡിലേക്ക് ആഡ് ഓൺ കാർഡുകൾ പ്ലഗ് ചെയ്യാനുള്ള കുറച്ച് വിടവുകൾ തന്നെയാണ് സ്ലോട്ടുകൾ. കുറച്ചുകൂടെ ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ സ്ലോട്ട്സ് ആർ ദ ഇലക്ട്രിക്കൽ എക്സ്പാൻഷൻ പോയിന്റ്സ് ഓഫ് എ മദർ ബോർഡ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ ഒരു സ്ലോട്ടിലേക്ക് ഒരു ആഡ് ഓൺ കാർഡ് പ്ലഗ് ചെയ്യുമ്പോൾ ആഡ് ഓൺ കാർഡുകൾ മദർ ബോർഡിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ ഭാഗമായി മാറുന്നു. നമുക്ക് തൽക്കാലം പലതരത്തിലുള്ള ആഡ് ഓൺ കാർഡുകളെ കുറിച്ച് ആലോചിക്കാം. കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും പഴയ സ്റ്റാൻഡേർഡിലൊന്നുമായിട്ടുള്ളതാണ് ISA എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ലോട്ട് ആർക്കിടെക്ചർ. കറുത്ത കളറുള്ള ഒരു വലിയ കണക്ടർ. തുടർന്ന് ഒരു PCA സ്ലോട്ട് എന്നറിയപ്പെടുന്ന വെളുത്ത കളറുള്ള ഈ ചെറിയ കണക്ടറുകളിലേക്ക് ഇൻഡസ്ട്രി മാറി. ISA സ്ലോട്ടുകൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാർഡുകളെ ISA കാർഡുകളെന്നും PCA സ്ലോട്ടുകളിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാർഡുകളെ PCA കാർഡുകളെന്നും വിളിക്കുന്നു. ഇത്തരം സ്ലോട്ടുകളിൽ ഏത് തരത്തിലുള്ള ഫങ്ഷണൽ കമ്പോണന്റുകളും നിങ്ങൾക്ക് പ്ലഗ് ചെയ്യാം. അതൊരു മോഡം ആവട്ടെ, നെറ്റ്വർക്ക് കാർഡ് ആവട്ടെ, TV ട്യൂണർ കാർഡ് ആവട്ടെ. തുടർന്ന് ചില സ്പെഷ്യൽ പർപ്പസ് സ്ലോട്ടുകൾ ഡിസൈൻ ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് AGP എന്നറിയപ്പെടുന്ന ഈ ബ്രൗൺ കളർ സ്ലോട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് AGP ഡിസ്പ്ലേ കാർഡ് എന്നറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ കാർഡ് മാത്രമേ പ്ലഗ് ചെയ്യാൻ പറ്റൂ. തുടർന്ന് വന്ന AMR അഥവാ CNR കാർഡുകളും ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്ത മേഖലയിലേക്ക് പോവാം. കുറച്ചുകൂടി ടെക്നിക്കലി പ്രാധാന്യം അർഹിക്കുന്ന മൈക്രോ പ്രോസസർ എന്ന ഏരിയ. ഒരു കമ്പ്യൂട്ടറിന് 5 ഘടകഭാഗങ്ങളാണല്ലോ ഉള്ളത്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. ഇതിൽ ഒരു കമ്പ്യൂട്ടറിന്റെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഫംഗ്ഷനുകളും കൺട്രോൾ യൂണിറ്റ് ഫംഗ്ഷനുകളും ഒരു ചിപ്പിലേക്ക് ഒതുക്കുന്ന കണ്ടുപിടുത്തമാണ് മൈക്രോ പ്രോസസർ. i4004 എന്ന മൈക്രോ പ്രോസസറാണ് ലോകത്താദ്യത്തെ മൈക്രോ പ്രോസസർ. ഇന്റൽ എന്ന കമ്പനിയാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്ന 3 കമ്പനികളാണ് ഈ രംഗത്തുള്ളത്: ഇന്റൽ, AMD, സൈറിക്സ് പോലുള്ളവ. ഒരു മൈക്രോ പ്രോസസറിനെ കുറിച്ച് ഒരല്പം കൂടുതൽ ആലോചിക്കാം. ഒരു മൈക്രോ പ്രോസസർ ടെക്നോളജിയെ വേറൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് 3 അടിസ്ഥാന സ്വഭാവങ്ങളാണ്: ഡേറ്റ കപ്പാസിറ്റി, അഡ്രസ് കപ്പാസിറ്റി, സ്പീഡ്. എന്താണ് ഡേറ്റ കപ്പാസിറ്റി? ഒരു മൈക്രോ പ്രോസസറിന് ഒരു ക്ലോക്ക് പൾസിൽ ഇൻപുട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ബിറ്റുകളുടെ അളവാണ് ഡേറ്റ കപ്പാസിറ്റി. ഇതനുസരിച്ച് 4 ബിറ്റ്, 8 ബിറ്റ്, 16 ബിറ്റ് എന്നിങ്ങനെ മൈക്രോ പ്രോസസറുകളെ തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു 8 ബിറ്റ് മൈക്രോ പ്രോസസറിന് ഒരു സമയം 8 ബിറ്റുള്ള ഒരു ഓപ്പറേഷൻ പ്രോസസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നർത്ഥം. 8 ബിറ്റ് മൈക്രോ പ്രോസസിംഗ് ടെക്നോളജി മുതലാണ് കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രി ഇതിനെ ഉപയോഗിച്ച് തുടങ്ങിയത്. നമ്മൾ ഇന്ന് ശരിക്കും 32 ബിറ്റ് ടെക്നോളജിയുടെയും 64 ബിറ്റ് ടെക്നോളജികളുടെയും ഇടയ്ക്ക് നിൽക്കുകയാണ്. അഡ്രസ് കപ്പാസിറ്റി എന്നത് മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി എന്നതിന്റെ ചുരുക്കെഴുത്താണ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എത്ര അളവ് റാം അഥവാ റോം ഇനി അഡ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് അഡ്രസ് കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അളവുകളിലൊന്നാണ് സ്പീഡ് അഥവാ വേഗത. സ്പീഡ് ശരിക്കും ഒരു സാങ്കേതിക പദമാണ്. അതായത് ഒരു മൈക്രോ പ്രോസസറിന് ഒരു സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന നിർദ്ദേശങ്ങളുടെ എണ്ണമാണത്. ദെൻ ഒരു സെക്കൻഡിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ പ്രോസസറിനെ 1 ഹെർട്സ് വേഗതയുള്ള മൈക്രോ പ്രോസസർ എന്ന് പറയുന്നു. അതായത് സ്പീഡിന്റെ അളവുകോലായി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസിയുടെ അളവുകോലായ ഹെർട്സ് ആണ്. ഒരു മൈക്രോ പ്രോസസറിന് ഒരു സെക്കൻഡിൽ 1000 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ 1 കിലോ ഹെർട്സ് വേഗതയുള്ളതെന്നും 10 ലക്ഷം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ 1 മെഗാ ഹെർട്സ് വേഗതയുള്ളതെന്നും നമ്മൾ പറയുന്നു. എന്റെ കയ്യിലെ മൈക്രോ പ്രോസസറിന് 2.4 ജിഗാ ഹെർട്സ് വേഗതയുണ്ട് എന്നതിനർത്ഥം അതിന് 2400 മില്യൺ കാര്യങ്ങൾ ഒരു സെക്കൻഡിൽ ചെയ്യാൻ കഴിയുമെന്നാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് പെർഫോമൻസ് എന്ന വാക്ക്. പെർഫോമൻസ് എന്ന കാരന്റെ ഘടകങ്ങൾ ഒന്നിലധികം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ടെന്നർത്ഥം. പ്രാധാന്യം അർഹിക്കുന്നത് മൈക്രോ പ്രോസസറിന് മദർ ബോർഡിലേക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള വേഗതയാണ്. പലപ്പോഴും ഒരു മദർ ബോർഡിന് മൈക്രോ പ്രോസസറിന്റെ പ്രവർത്തന വേഗതയ്ക്കൊപ്പം നിൽക്കാൻ പറ്റാറില്ല. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ വേഗത പരിഗണിക്കുമ്പോൾ ഈ 2 ഘടകങ്ങളും പരിഗണിക്കണമെന്നർത്ഥം. മദർ ബോർഡിന്റെ വേഗതയെ നമ്മൾ ഫ്രണ്ട് സൈഡ് ബസ് സ്പീഡ് അഥവാ FSB സ്പീഡ് എന്ന് വിളിക്കുന്നു. തീർച്ചയായും മൈക്രോ പ്രോസസർ വേഗതയേക്കാൾ വളരെ കുറഞ്ഞ ഒരു യൂണിറ്റ് ആയിരിക്കും ഇതിനുപയോഗിക്കുന്നത്. ഇനി മെമ്മറി ഏരിയയെ കുറിച്ച് ആലോചിക്കാം. മെമ്മറിയെ നമ്മൾ 2ആയി തിരിക്കുന്നു: പ്രൈമറി മെമ്മറി ഏരിയ ആൻഡ് സെക്കൻഡറി മെമ്മറി ഏരിയ. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഇലക്ട്രോണിക് ഘടകങ്ങളുടെ ഭാഗമായ മെമ്മറിയെ പ്രൈമറി മെമ്മറി എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ളവയെ, അതായത് ഡേറ്റ സ്റ്റോറേജ് സിസ്റ്റങ്ങളെ സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കുന്നു. സെക്കൻഡറി മെമ്മറികളെ പൊതുവെ സ്റ്റോറേജ് സിസ്റ്റങ്ങൾ എന്ന് തന്നെയാണ് വിളിക്കാറ്. അതായത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, CD ഡ്രൈവ്, ഫ്ലോപ്പി ഡ്രൈവ് പോലുള്ളവ. എന്താണ് പ്രൈമറി മെമ്മറി? ദ ഡിജിറ്റൽ ഇലക്ട്രോണിക് മെമ്മറി ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറികളെ അതിന്റെ ഫങ്ഷണൽ ഫീച്ചേഴ്സ് അനുസരിച്ച് 2ആയി തിരിക്കുന്നു.
റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഒൺലി മെമ്മറി. വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനും അത് മായ്ച്ചു കളഞ്ഞ് പുതിയ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനും കഴിവുള്ളവയാണ് റാൻഡം ആക്സസ് മെമ്മറികൾ അഥവാ റീഡ് റൈറ്റ് മെമ്മറികൾ. ഒരിക്കൽ മാത്രം വിവരങ്ങൾ സ്റ്റോർ ചെയ്യുകയും തുടർന്ന് അവയെ റീഡ് ചെയ്യുക മാത്രം ചെയ്യുന്നതാണ് റീഡ് ഒൺലി മെമ്മറികൾ. ഒരു കമ്പ്യൂട്ടറിൽ സ്ഥിരമായി ശേഖരിച്ചു വെക്കേണ്ട വിവരങ്ങൾ, പലപ്പോഴും അത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പ്രോഗ്രാം അഥവാ ബയോസ് പ്രോഗ്രാം പോലുള്ള വിവരങ്ങളാവാം. അവയെ നമ്മൾ റീഡ് ഒൺലി മെമ്മറി ചിപ്പുകളിലാക്കി മാറ്റി മദർ ബോർഡിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ റോമിൻ്റെ ഫംഗ്ഷൻ ബയോസ് പ്രോഗ്രാമുകളെ സൂക്ഷിക്കാനാണ് എന്നർത്ഥം. റോമുകളെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ അവയെ എന്ത് വിളിക്കണമെന്നുള്ളതാണ്. ഒരു ഹാർഡ്വെയർ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് റോമിൽ സ്റ്റോർ ചെയ്ത പ്രോഗ്രാമുകളെ വിവക്ഷിക്കാം. കാരണം അത് ഫിസിക്കലി അവിടെ പ്രസൻ്റ് ആണ്. ദെൻ അത് പ്രോഗ്രാമുകളായതുകൊണ്ട് നിങ്ങൾക്ക് അവയെ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മളവയെ ഫേം വെയർ എന്ന് വിളിക്കുന്നു. അതായത് ഉറപ്പിച്ചു വയ്ക്കപ്പെട്ട സോഫ്റ്റ്വെയർ. റാമിലേക്ക് വരാം അല്ലേ. റോം ആണല്ലോ പറഞ്ഞു കഴിഞ്ഞത്. റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി, റീഡ് റൈറ്റ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയാം. വിവരങ്ങൾ താൽക്കാലികമായി ശേഖരിച്ചു വയ്ക്കുന്ന ഒരു ഉപകരണമാണ് റാം. എന്താണ് റാമിൻ്റെ പ്രസക്തി? ഒരു കമ്പ്യൂട്ടറിലെ മൈക്രോ പ്രോസസർ എന്ന ഹൈസ്പീഡ് ഇലക്ട്രോണിക് ഉപകരണവും ഹാർഡ് ഡിസ്കോ ഫ്ലോപ്പി ഡ്രൈവോ പോലെയുള്ള ലോ സ്പീഡ് പെരിഫറൽ ഉപകരണങ്ങൾക്കിടയിലുള്ള വേഗതയുടെ ഇടനിലക്കാരനാണ് പ്രൈമറി മെമ്മറിയിലെ റാം. അപ്പോൾ എത്രത്തോളം പ്രൈമറി റാം നിങ്ങളുടെ മെഷീനിലുണ്ടോ അത്രത്തോളം വിവരങ്ങളെ താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കുകയും മൈക്രോ പ്രോസസറിലേക്ക് കൊടുക്കാനും കമ്പ്യൂട്ടറിന് പറ്റും. ഇതുവരെ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷൻ നിശ്ചയിക്കുക എന്ന ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം.